മടങ്ങിയെത്താം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് എ ഷുക്കൂർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷുക്കൂർ, 36 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ജി സുധാകരൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ അട്ടിമറിച്ചു എന്നുള്ള ഒരു വെളിപ്പെടുത്തലല്ലേ ആ പരസ്യവേദിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും ജി സുധാകരൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്ന കാര്യത്തിൽ CPM എല്ലാ കാലത്തും മുന്നിലായിരുന്നു. എല്ലാ കാലത്തും. ഇപ്പോഴെന്നല്ല, 57 മുതലുള്ള ജനാധിപത്യ പ്രോസസ്സ് നമ്മൾ പരിശോധിച്ചാൽ അവിടെ എല്ലായിടത്തും കാണാൻ കഴിയുന്നത് ഈ അട്ടിമറിയിലൂടെ അല്ലെങ്കിൽ കൃത്രിമത്തിലൂടെ എങ്ങനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാം എന്നുള്ളതിന്റെ എത്രയോ കാര്യങ്ങൾ പല കോടതികളിലും അത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സത്യസന്ധമായി ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ജി സുധാകരനെ പോലുള്ള ഒരാൾ കാണിച്ച ആ തന്റെ ഇടത്തെ എനിക്ക് സത്യത്തിൽ വളരെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ട ഉത്തരവാദിത്തം ആ രൂപത്തിൽ സത്യസന്ധവും സുതാര്യവുമായിരിക്കണം തന്റെ പൊതുപ്രവർത്തനം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി സുധാകരന്റെ ഈ നടപടിയെ ഞാൻ കാണുകയാണ്. എന്തായാലും ഇതാ ഇങ്ങനെ കൃത്രിമ മാർഗം ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ആറ്റിങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ഇരട്ട വോട്ടുകളാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു വലിയ പ്രോസസ്സിലേക്ക് അവിടുത്തെ സ്ഥാനാർത്ഥിയായ ശ്രീ അടൂർ പ്രകാശ് പോയതിന്റെ ഫലമായിരുന്നില്ലേ? അതുകൊണ്ട് എന്തുണ്ടായി? പല സ്ഥലത്തും അതുപോലെ ഇരട്ട വോട്ടുകൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ടായി. ഇടക്കാലത്ത് അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എതിർത്തു. പക്ഷെ കോടതികളിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ജനാധിപത്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഏതൊരാളും ചെയ്യേണ്ടത്. അത് സുധാകരൻ ചെയ്തിരിക്കുന്നു. ഇപ്പോഴെങ്കിലും അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത് ഈ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഈ പൊതുലോകം അറിയേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായ ജനാധിപത്യ പ്രക്രിയയിലെ കൃത്രിമങ്ങൾ, അട്ടിമറികൾ, പരാജയപ്പെടാൻ പോകുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള കുതന്ത്രം, ഇതെല്ലാം കുതന്ത്രം രാഷ്ട്രീയ ശൈലിയുടെ മറ്റൊന്നായിട്ട് എടുക്കാമെങ്കിലും അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തുക എന്നുള്ളത്, ഇത് തപാൽ വോട്ടുകൾ പൊട്ടിച്ച് അത് മറ്റൊരു രൂപത്തിലേക്ക് ആക്കുക എന്നുള്ളത് വന്നില്ലേ? ഇതുപോലെ തന്നെയാണ് മരണപ്പെട്ടു പോയവരുടെ വോട്ടുകൾ ചെയ്യാൻ അതിമിടുക്ക്. അങ്ങനെ നിരവധി ഇരട്ട വോട്ടുകൾ ബോധപൂർവ്വം ഉണ്ടാക്കി അത് ചെയ്ത് തീർക്കാനുള്ള വ്യഗ്രത, ഇതെല്ലാം ജനാധിപത്യത്തെ തകർക്കുന്ന ഒന്നാണ്. സത്യത്തിൽ യഥാർത്ഥ വിജയികളെ പരാജയപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ളത് വ്യക്തമായില്ല ഇപ്പോൾ. ശ്രീ എ ഷുക്കൂർ, എന്തായാലും തുറന്നു പറഞ്ഞതിൽ താങ്കൾ അഭിനന്ദനം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒതുക്കാനാണോ അതോ നിയമപരമായി മുന്നോട്ട് നീങ്ങുമോ പാർട്ടി? ഒന്നുമില്ല. നിയമപരമായി ഞങ്ങൾ KPCC തലത്തിൽ ആലോചിച്ച ആ കാര്യങ്ങൾ തീരുമാനിക്കും. ഇത്തരത്തിലുള്ള എത്രയോ അതിക്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എനിക്കറിയാം, 99% വോട്ട് രേഖപ്പെടുത്തിയ ഒരു പോളിംഗ് സ്റ്റേഷൻ 99% വോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കൈനകരി ഭജനമടം ബൂത്തിലുണ്ടായി ഒരു ഘട്ടത്തിൽ. അവസാനം ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ ഞങ്ങൾ ഇടപെട്ടപ്പോ അത് എണ്ണണ്ടായെന്ന് തീരുമാനിച്ചു. റിസൾട്ട് പറയുകയാണ് ചെയ്തത്. ശ്രീ വക്കമുഷത്തോന്റെ തെരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നുന്നു KV ദേവദാസുമായിട്ടുള്ള മത്സരമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ 99 മരിച്ചുപോയവരില്ലേ, സ്ഥലത്തില്ലാത്തവരില്ലേ, ഈ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് വോട്ട് ചേർത്തപ്പെട്ടവരില്ലേ, ഇവരെ വന്ന് വോട്ട് ചെയ്യുകയാണ്. മരിച്ചുപോയവരൊന്ന് വോട്ട് ചെയ്യുകയാണ്. ഭജനമഠം ബൂത്ത് എന്ന് പറയുന്നത് CPMന്റെ ഗ്രാമങ്ങളിൽ ഒന്നാണ്, കണ്ണൂർ പോലെ. അപ്പൊ ഇത് CPM അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആ രൂപത്തിൽ ഇത്രയും എന്താ പറയുക കുറ്റകരമായ ഏറ്റവും തീവ്രമായ രൂപത്തിൽ ഇത്തരത്തിൽ അതിക്രമങ്ങൾ ചെയ്യില്ല. UDF പ്രവർത്തകരെ ബൂത്തിലിരുത്തത്തില്ല, അടിച്ചുപിടിക്കും. എത്രയോ പേര് ഈ കൈനഗിരിന്റെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ്. ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ എത്രയോ സ്ഥലങ്ങൾ. അത് അത്തരത്തിൽ അതിക്രമങ്ങളുടെ നാളുകളായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇത് പുറത്തു വന്നത് നന്നായി. ഇത്തരം കാര്യങ്ങളിൽ പൊതു സമൂഹത്തിന് കൂടി ഈ കൃത്രിമത്വം നടത്തുന്നത് ബോധ്യപ്പെടുന്ന ഒന്നായി മാറുകയല്ലേ. അത് നന്നായി. തീർച്ചയായും വളരെ നന്ദി ശ്രീ എ ഷുക്കൂർ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം.